ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിലെ ദുരന്തബാധിതർ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. വീടിന്റെ വാടക നൽകാൻ തീരുമാനമായി. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ദുരന്തബാധിതരുടെ പ്രതിനിധികളും ADM-ഉമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. 6,28,000 രൂപ കരാർ കമ്പനി സമരസമിതിക്ക് കൈമാറി. രാഹുൽ സുരേഷ് ഇപ്പോൾ സ്ഥലത്ത് നിന്ന് ചേരുന്നു. രാഹുൽ സുരേഷ്, നമ്മൾ തുടർച്ചയായിട്ട് ആ വാർത്ത പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവരെ നമുക്കൊരിക്കലും കൈവിടാനാകുമായിരുന്നില്ല. എല്ലാവരും ഉപേക്ഷിച്ചു പോയപ്പോഴും നമ്മൾ അവർക്കൊപ്പം തന്നെ നിന്നു. അവരെന്തായാലും തുടർച്ചയായി ആ കുഞ്ഞടക്കം നമ്മളോട് പ്രതികരിച്ചു. അത് അധികാരികൾ കേട്ടു. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടായി. സമരത്തിനൊരു ഫലമുണ്ടാവുകയാണ് ഇപ്പോൾ, അല്ലേ രാഹുൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ നമ്മൾ ഈ ദുരന്ത ബാധിതരുടെ ഒപ്പമാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഈ അധികൃതരുടെ മുൻപിലേക്ക് ആ വാർത്തകൾ കൃത്യമായി എത്തിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെയാണ് ഈ 30ഓളം കുടുംബങ്ങൾ സമരവുമായി രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നത്. EKK കരാർ കമ്പനിയുടെ മുന്നിൽ കുടിൽ കെട്ടിയുള്ള ഒരു സമരം നടത്തി വരികയായിരുന്നു. 5 ദിവസത്തിനൊടുവിൽ ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഒരു തീരുമാനമായിരിക്കുന്നത്. 6 ലക്ഷത്തിലധികം രൂപ സമരസമിതിക്ക് ഉടൻ തന്നെ കൈമാറാമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇവരുടെ കയ്യിൽ ഈ വാടക 3 മാസത്തെ വാടക ഉൾപ്പെടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നലെ അവർ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി അവർ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, നമുക്ക് ഈ നിമിഷം നമ്മുടെ കൂടെ ചേരുന്നത് ഫൈഗമോളാണ്. ഫൈഗമോളുടെ ഒരു ദുഃഖമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം കൂട്ടുകാരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ തനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതൊക്കെയായിരുന്നു. ഇപ്പോൾ ഉള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. കഴിഞ്ഞ് 3-4 ദിവസമായി പൊടിയൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ട് അവൾ സമര പന്തലിലായിരുന്നു ഉള്ളത്. ഇപ്പോൾ ചെറിയ പനിയൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. പനി പിടിച്ചോ? പനി പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മരുന്നൊക്കെ കഴിച്ച് പനിയൊക്കെ കുറയുന്നതൊക്കെ. എന്താ ഇവര് പറഞ്ഞ പൈസ തരാന്ന് പറഞ്ഞോ? തരാന്ന് പറഞ്ഞു. തിങ്കളാഴ്ചക്ക് തരാന്ന് പറഞ്ഞു. പേപ്പറിലൊക്കെ ഒപ്പൊക്കെ ഇട്ടിട്ട് തരാന്നൊക്കെ പറഞ്ഞു. സന്തോഷായോ? സന്തോഷമൊക്കെ ആയി. ഇപ്പോഴാ ഞങ്ങൾക്ക് നേരത്തെ ഒക്കെ ഭയങ്കര ഞങ്ങൾ നേരത്തെ ഒക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇപ്പോഴാണ് സന്തോഷമൊക്കെ ആയി. ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ദുരിതം വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലത്തെ ദുരിതം വന്ന ഇതേപോലെ ഇങ്ങനെ സമരത്തിൽ നിന്ന് ഇങ്ങനെ കളക്ടർ ഞങ്ങൾക്ക് പൈസ തരുമ്പോലെ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിങ്കളാഴ്ച സ്കൂളിൽ പോവാല്ലേ? തിങ്കളാഴ്ച സ്കൂളിൽ പോവാനി. പുസ്തകമൊക്കെ എടുത്തു വെച്ചാ? പുസ്തകമൊക്കെ എടുത്തു വെച്ചത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സന്തോഷമായ. ഇപ്പോഴാണ് ഒരു സമാധാനമായ. എല്ലാരോടും നന്ദി പറയണ്ടേ? എല്ലാവർക്കും ഒരു നന്ദി പറയണ്ടേ. ഈ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തവർക്കും ഞങ്ങളെയൊക്കെ രക്ഷിച്ചവർക്കും സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ. പറ്റിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇനി ഒരിക്കലും പറ്റിക്കില്ലല്ലോ. നമുക്ക് തിങ്കളാഴ്ച വരെ എത്തൂല. അരുൺ, ഇനി എന്തായാലും പറ്റിക്കില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഫൈഗമോളും സമരസമിതി അംഗങ്ങളും ഉള്ളത്. തിങ്കളാഴ്ച മുതൽ വീണ്ടും അവള് സ്കൂളിലേക്കൊക്കെ പോവുകയാണ്. പനിക്ക് മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും തിങ്കളാഴ്ച മുതൽ സാധാരണ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും MLA MP ഒക്കെ പറഞ്ഞൊരു വാക്ക് അവർ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അരുൺ, താങ്ക് യു. തീർച്ചയായിട്ടും റോഷി അഗസ്റ്റ് ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. അതിൽ പ്രത്യേകം സന്തോഷം. റിപ്പോർട്ടറിന്റെ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ആ കുഞ്ഞിന് സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. വീട്ടുവാടകയൊക്കെ കിട്ടാൻ പോവുകയാണ്. അവഗണിച്ചു പോകുമ്പോൾ നമ്മൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ആ സമയത്ത് മാത്രമല്ല വാർത്ത, അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് തിരിഞ്ഞു രാഹുൽ നോക്കിയപ്പോഴാണ് വളരെ മോശം അവസ്ഥയിലാണ്. ഒടുവിൽ അവർ സമരത്തിനെത്തി. ആ വാർത്തയും നമ്മൾ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്.